17-ാം നൂറ്റാണ്ടിൽ ജപ്പാനിലെ ക്രൈസ്തവ സമൂഹവും മിഷണറിമാരും നേരിട്ട കൊടും ക്രൂരതയുടെ ഒരു യഥാർത്ഥ കഥയാണിത്. ക്രിസ്തുമതം സ്വീകരിച്ച ജപ്പാനിലെ ചില ജനങ്ങളെ അവിടുത്തെ നേതാക്കന്മാർ കഴുമരത്തിലേറ്റി. ക്രിസ്തുമതം ഉപേക്ഷിക്കാനും ക്രിസ്തുവിനെ തള്ളിപ്പറയാനും ആ ജനങ്ങൾ മടിച്ചപ്പോൾ അവരെ ജീവനോടെ അഗ്നിക്കിരയാക്കി. ജനങ്ങളെപ്പോലെ തന്നെ അവിടെയുള്ള വൈദികരും പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. ജപ്പാനിലെ നാഗസാക്കിയിൽ സേവനം ചെയ്ത ഫെരേര എന്ന വൈദികനെ തേടിയിറങ്ങിയ 2 പോർച്ചുഗീസ് വൈദികരുടെ യാത്രയും അവർ നേരിട്ട പീഡനങ്ങളും നിറഞ്ഞ ഒരു കഥ കൂടിയാണിത്. 17-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ മിഷണറീസ് ജപ്പാനിൽ നേരിട്ട പീഡനങ്ങൾ അടിസ്ഥാനമാക്കി 1966 പുറത്തിറങ്ങിയ നോവലാണ് സൈലൻസ്. ഈ നോവലിനെ ആധാരമാക്കി മാർട്ടിൻ സ്കോർസെസെ സംവിധാനം ചെയ്ത സിനിമയാണ് 2016 പുറത്തിറങ്ങിയ സൈലൻസ്. 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ ജപ്പാനിൽ ക്രിസ്തുമതം വ്യാപിക്കാൻ തുടങ്ങി. ജപ്പാനിലുള്ള അനേകായിരം ജനങ്ങളാണ് ക്രിസ്തുമതം സ്വീകരിച്ചത്. യൂറോപ്പിലുള്ള വൈദികരും അപ്പസ്തോലന്മാരുമാണ് ജനങ്ങൾക്കിടയിൽ സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചത്. അതുപോലെ നാഗസാക്കിയിലും മറ്റ് നഗരങ്ങളിലും സുവിശേഷം പ്രസംഗിച്ച ഒരു പോർച്ചുഗീസ് വൈദികനാണ് ഫാദർ ഫെരേര. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുറേയധികം വൈദികരും സുവിശേഷം പ്രസംഗിക്കുന്നതിനു വേണ്ടി ജപ്പാനിലേക്ക് വന്നു. അനേകായിരം ജനങ്ങൾ മാമോദിസ സ്വീകരിച്ച് ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ ജപ്പാനിലെ ഗവർണറും അവിടെയുള്ള നേതാക്കന്മാരും ഇതിനെതിരെ എതിർത്തു നിന്നു. ക്രിസ്തുമതം സ്വീകരിച്ച എല്ലാ വിശ്വാസികളെയും നാഗസാക്കിയിലെ ഗവർണർ അവരുടെ തല വെട്ടിക്കളയുകയായിരുന്നു. പക്ഷേ ക്രിസ്തുമതം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നവർക്ക് അവർ ഒരു അവസരം കൂടി നൽകി. എന്നാൽ അവരുടെ വിശ്വാസം അത്ര ആഴത്തിലായിരുന്നതുകൊണ്ട് അവരാരും ക്രിസ്തുവിനെ എതിർത്ത് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവർക്കും അവരുടെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. അവിടുത്തെ ഗവർണർ കുറേ പേരുടെ തലകൾ ഛേദിച്ചു കളഞ്ഞു. അപ്പസ്തോലന്മാരും വിദേശീയരുമായിരുന്ന വൈദികരെ ആ ഗവർണർ കുരിശിലേറ്റി. ഫാദർ ഫെരേരയുടെ കീഴിലുള്ള വൈദികരെ ഏകദേശം 33 ദിവസത്തോളമാണ് കുരിശിൽ തന്നെ തൂക്കിക്കടത്തിയത്. ക്രിസ്തുവിനെ എതിർത്ത് പറയാനും ക്രിസ്തുമതം ഉപേക്ഷിക്കാനും പറഞ്ഞപ്പോൾ ആ വൈദികരാരും അതിന് സമ്മതിച്ചില്ല. സന്തോഷത്തോടെ അവരുടെ ആ വിശ്വാസത്തിനു വേണ്ടി അവർ അങ്ങനെ മരിക്കുകയായിരുന്നു. എന്നാൽ ഫാദർ ഫെരേര മാത്രം ക്രിസ്തുവിനെ തള്ളിപ്പറയുകയും ക്രിസ്തുമതം ഉപേക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു. ഫാദർ ഫെരേരയും ബാക്കിയുള്ള വൈദികരും നേരിട്ട കാര്യങ്ങൾ ഒരു കത്തിലൂടെ മാത്രമായിരുന്നു പോർച്ചുഗലിലുള്ള ബാക്കി വൈദികർ തിരിച്ചറിഞ്ഞത്. ഒരു ഡച്ച് വ്യാപാരി വഴിയായിരുന്നു ഫാദർ ഫെരേരയെ പറ്റിയുള്ള കാര്യങ്ങൾ ഫാദർ വലിയാനോ കത്തിലൂടെ തിരിച്ചറിഞ്ഞത്. ഫാദർ ഗരൂപ്പയുടെയും ഫാദർ റോഡ്രിഗസിൻ്റെയും മുൻപിലിരുന്ന് ഈ 2 കത്തുകൾ വായിച്ചപ്പോൾ അവരാരും തന്നെ വിശ്വസിക്കാത്ത ഒരു കാര്യമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഫാദർ ഫെരേര ക്രിസ്തുമതം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ തള്ളി പറഞ്ഞുവെന്ന്. ഫാദർ ഗരൂപ്പെ പറഞ്ഞു, ഒരിക്കലും ഫാദർ ഫെരേര അങ്ങനെ ചെയ്യത്തില്ല. കാരണം ജപ്പാനിൽ ക്രിസ്തുമതം വളരാൻ തന്നെ ഒരു പ്രധാന പങ്ക് വഹിച്ചയാളാണ് ഫാദർ ഫെരേര. അദ്ദേഹമാണ് ഞങ്ങളുടെ ഗുരുവും ഞങ്ങളെ സുവിശേഷം പഠിപ്പിച്ചതും അദ്ദേഹമാണ്. ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യത്തില്ലെന്നായിരുന്നു ആ 2 വൈദികരും വിശ്വസിച്ചത്. എന്നാൽ ഫാദർ വലിയാനോ ആ ഒരു കത്തിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയായിരുന്നു. ഫാദർ ഫെരേര ക്രിസ്തുമതം ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ 1 കത്തിലുണ്ടായിരുന്ന വാർത്തയുടെ യാഥാർത്ഥ്യം അറിയുന്നതിനു വേണ്ടി ഞങ്ങൾ 2 പേരും നാഗസാക്കിയിലേക്ക് പോകാമെന്ന് ഫാദർ ഗരൂപ്പിയും ഫാദർ റോഡ്രിഗസും പാദ്രെ വലിഗ്നായോട് പറഞ്ഞു. ജപ്പാനിലേക്ക് അവർ പോകാമെന്ന അവരുടെ ആ തീരുമാനത്തെ ഫാദർ വലിഗ്നാനോ ആദ്യമേ തന്നെ എതിർക്കുകയായിരുന്നു. കാരണം ക്രിസ്തുമത വിശ്വാസിയായിട്ട് നിങ്ങൾ ജപ്പാനിൽ ഇറങ്ങുന്ന ആ നിമിഷം തന്നെ മരണവും വേദനകളും നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കും. ഇവിടെ നിന്ന് ജപ്പാനിലേക്ക് പോകുന്ന അവസാനത്തെ വൈദികർ വരെ നിങ്ങളാകാം. കാരണം അവിടെ ഇറങ്ങിച്ചെല്ലുന്ന നിങ്ങൾക്ക് മരണം സുനിശ്ചിതമായിരിക്കും. ഫാദർ ഫെരേരയെ തിരക്കി ജപ്പാനിലേക്ക് തങ്ങൾ പൊക്കോളാമെന്ന അവരുടെ തീരുമാനം അദ്ദേഹം അവസാനം സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ 1640 മെയ് 25-ാം തീയതി ഫാദർ ഫെരേരയെ അന്വേഷിച്ച് ജപ്പാനിലേക്കുള്ള യാത്രയ്ക്ക് ഒരുക്കമായി ഫാദർ ഗരൂപ്പിയും ഫാദർ റോഡ്രിഗസും ഇറങ്ങിത്തിരിക്കുകയാണ്. അവർക്ക് ജപ്പാനിലേക്ക് എത്തണമെങ്കിൽ ജാപ്പനീസ് അറിയാവുന്ന ജപ്പാൻകാരായിട്ടുള്ള അവിടുത്തെ ഒരാളെ തന്നെ ഗൈഡായിട്ട് അവർക്ക് ആവശ്യമാണ്. ഒളിവിൽ അവരെ ജപ്പാനിലേക്ക് കടത്താനായിട്ട് മിസ്റ്റർ ചൺ എന്ന ഒരു വ്യവസായി സമ്മതിച്ചു. എന്നാൽ അവരെ അവിടെ എത്തിക്കുന്നതിനായിട്ടും ജപ്പാനിലെ തൊമോഗി എന്ന തീരത്തെത്തിക്കുന്നതിനായിട്ട് ജാപ്പനീസ് ആയിട്ടുള്ള ഒരാളെ ആവശ്യമാണ്. അങ്ങനെ മിസ്റ്റർ ചണ്ണും ബാക്കി 2 വൈദികരും ഗൈഡിനെ തപ്പി അവർ എത്തിയത് കിച്ചിരോ എന്ന് പറയുന്ന ഒരു സാധാരണ മീൻപിടുത്തക്കാരൻ്റെ അടുത്തേക്കാണ്.
ജപ്പാനിലെ നാഗസാക്കിയിൽ ജീവിച്ചിരുന്ന അയാളൊരു മീൻപിടുത്തക്കാരനായിരുന്നു. നന്നേ മദ്യപിച്ച് അവശനായിരുന്ന കിച്ചിരോയുടെ അടുത്ത് ഫാദർ റോഡ്രിഗസ് അവരുടെ ആവശ്യം പറയുകയാണ്. എന്നാൽ ആ വൈദികൻ പറയുന്നത് ഒന്ന് കേൾക്കാൻ പോലും കിച്ചിരോ തയ്യാറായില്ല. എന്നാൽ അവർക്ക് പോകേണ്ടത് ജപ്പാനിലെ നാഗസാക്കിയിലാണെന്ന് പറഞ്ഞപ്പോൾ കിച്ചിരോ അത് സമ്മതിക്കുകയായിരുന്നു. കാരണം നാഗസാക്കിയാണ് അവൻ ജനിച്ചു വളർന്ന നാട്. അവിടേക്ക് പോകാനാണ് അവൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടത്. കൃത്യമായി അവരെ ജപ്പാനിൽ എത്തിക്കുകയാണെങ്കിൽ പ്രതിഫലമായിട്ട് ഞങ്ങൾ കാശ് തരാമെന്ന് ആ 2 വൈദികർ പറഞ്ഞപ്പോഴും കിച്ചിരോയ്ക്ക് കാശല്ലായിരുന്നു ആവശ്യം. അവന് തിരികെ അവൻ്റെ നാട്ടിലേക്ക് എത്തിയാൽ മാത്രം മതിയായിരുന്നു. കിച്ചിരോ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് ഫാദർ റോഡ്രിഗസ് അവനോട് ചോദിച്ചു. എന്നാൽ ഞാനൊരു ക്രിസ്ത്യാനി അല്ല എന്നായിരുന്നു അവൻ മറുപടി പറഞ്ഞത്. എന്നാൽ അവൻ്റെ മറുപടിയിലും അവൻ്റെ ആ നോട്ടത്തിലും അവനൊരു ക്രിസ്തുമത വിശ്വാസിയാണെന്ന് ഫാദർ റോഡ്രിഗസിന് മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം തന്നെ കിച്ചിരോയുടെ സഹായത്തോടു കൂടി തന്നെ കപ്പൽ മാർഗവും അത് കഴിഞ്ഞ് ബോട്ട് മാർഗവും ജപ്പാനിലെ തമോഗി എന്ന കടൽ തീരത്തിനടുത്ത് അവർ ഇറങ്ങുകയാണ്. പക്ഷേ കടൽ തീരത്തെത്തിയപ്പോൾ കിച്ചിരോ 2 വൈദികരെയും ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. കിച്ചിരോ തങ്ങളെ ചതിക്കുകയായിരുന്നെന്ന് ആ 2 വൈദികർക്കും മനസ്സിലായി. എവിടേക്ക് പോകണമെന്നറിയാത്ത ആ 2 വൈദികരും കടലിന് തീരത്തുള്ള പാറയിടുക്കുകൾക്കിടയിലുള്ള ഒരു ഗുഹയിൽ ഒളിച്ചു. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവർ പ്രതീക്ഷിക്കാതെ പന്തങ്ങൾ കത്തിച്ചുകൊണ്ട് കുറച്ച് ജാപ്പനീസ് ജനതകൾ അവരുടെ അടുത്തേക്ക് വന്നത്. അവരെ പിടികൂടി നാഗസാക്കിയിലെ ഗവർണറിന് മുൻപിൽ എത്തിക്കാനാണെന്നാണ് ഫാദർ റോഡ്രിഗസ് വിചാരിച്ചത്. പക്ഷേ ആ ജനങ്ങൾ വന്നപ്പോൾ തന്നെ ആ 2 വൈദികരുടെ മുൻപിൽ മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു. ജപ്പാനിലെ നേതാക്കന്മാരും ആരും തന്നെ അറിയാതെ സീക്രട്ടായിട്ട് ക്രിസ്തുമതം സ്വീകരിച്ചവരും അത് വിശ്വസിച്ചിരുന്നവരുമായിരുന്നു ആ ഒരു സമൂഹം. അവർ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് 2 വൈദികരെയും കാണുന്നത്. ആ വിശ്വാസികളെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവിട്ടത് അവരെ ചതിച്ചുവെന്ന് അവർ തെറ്റിദ്ധരിച്ച കിച്ചിരോയായിരുന്നു. അതെ, കിച്ചിരോയും ആ സമൂഹത്തിൽപ്പെട്ട ഒരു ക്രിസ്തുമത വിശ്വാസിയാണ്. അങ്ങനെ ആ ഒരു ജനസമൂഹം ആരും കാണാതെ ആ 2 വൈദികരെയും കൂട്ടിക്കൊണ്ട് അവിടെയുള്ള ഒരു കുടിലിനകത്തേക്ക് അവർ സ്വീകരിച്ചിരുത്തുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും അവിടെയുള്ള ആൾക്കാരും എല്ലാവരും പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ കുടിലായിരുന്നു അത്. ആദ്യമായിട്ട് 2 വൈദികരെ കണ്ട അത്ഭുതവും സന്തോഷവുമായിരുന്നു അവരുടെ മുഖത്തുണ്ടായിരുന്നത്. ആ രാത്രി തന്നെ വിശപ്പ് മാറ്റാനായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും അവർ നൽകി. എന്നാൽ ആ 2 വൈദികരെയും അത്ഭുതപ്പെടുത്തിയത് എന്തെന്നാൽ ആ ചെറിയ സമൂഹത്തിൻ്റെ ക്രിസ്തുവിലുള്ള വിശ്വാസമായിരുന്നു. ഒരു രീതിയിലുള്ള കൂദാശകളോ പ്രാർത്ഥനാ രീതികളോ ഒന്നുമില്ലാത്ത അവർ ക്രിസ്തുവിൽ അവർ ഉറച്ചു വിശ്വസിച്ചു. മാമോദിസ പോലുള്ള കൂദാശകൾ മാത്രമായിരുന്നു അവർക്കവിടെ അനുവർത്തിക്കാൻ കഴിഞ്ഞത്. അത് നടത്തിയതും ജിസാമ എന്ന് പറയുന്ന ഒരു പ്രായമായ മനുഷ്യനാണ്. അവിടെയുള്ള ജനങ്ങൾ ഈ ഒരു വിശ്വാസം ഒളിച്ചു പാത്ത് കൊണ്ടുപോകുന്നതിലും ഒരു കാരണമുണ്ടായിരുന്നു. ആ ജനസമൂഹം ക്രിസ്ത്യാനികളാണെന്നും ക്രിസ്തുമതം സ്വീകരിച്ചുവെന്ന് അവിടെയുള്ള നേതാക്കന്മാർ അറിഞ്ഞാൽ ആ നാട്ടിലെ ഇൻക്വിസിറ്ററായിട്ടുള്ള ഇനുവേസാമ അവരെ ജീവനോടെ തന്നെ കൊന്നുകളയും. പക്ഷേ അതിനു മുൻപായിട്ട് ക്രിസ്തുമതം ഉപേക്ഷിക്കുന്നതിനായിട്ടുള്ള ഒരു അവസരം അവർക്ക് നൽകും. അതും നിഷേധിച്ചു കഴിഞ്ഞാൽ ജീവനോടെ ആ ഒരു ഇൻക്വിസിറ്റർ കത്തിച്ചു കളയുകയാണ്. ഒരു ക്രിസ്ത്യാനിയെ ഒറ്റിക്കൊടുത്താൽ 100 വെള്ളി നാണയവും ഒരു വൈദികനെയാണ് ഒറ്റിക്കൊടുക്കുന്നതെങ്കിൽ 300 വെള്ളി നാണയവുമാണ് ഇനുമേസാമ എന്ന ആ ഇൻക്വിസിറ്റർ പാരിതോഷികമായിട്ട് നൽകുന്നത്. അങ്ങനെ ആ നാട്ടിൽ അവർ നേരിടുന്ന പീഡനങ്ങളും അവരുടെ അവസ്ഥയും ആ 2 വൈദികരും മനസ്സിലാക്കുകയാണ്. പക്ഷേ ഫാദർ റോഡ്രിഗസും ഫാദർ ഗരൂപ്പിയും ഈ നാട്ടിലേക്ക് വന്നതിന് ഒരു പ്രധാന ലക്ഷ്യമുണ്ടായിരുന്നു. അവരുടെ ഗുരുവായിട്ടുള്ള ഫാദർ ഫെരേരനെ കണ്ടുപിടിക്കണം. അദ്ദേഹം ക്രിസ്തുമതം ഉപേക്ഷിച്ചു എന്ന ആ ഒരു വാർത്തയുടെ, ആ കത്തിലുണ്ടായിരുന്ന വാർത്തയുടെ സത്യാവസ്ഥ മനസ്സിലാക്കണം. അതിനുവേണ്ടി ഫാദർ റോഡ്രിഗസ് ജിസമ എന്ന ആ പ്രായമായ മനുഷ്യനോട് ഫാദർ ഫെരേരനെ പറ്റി അന്വേഷിച്ചു. എന്നാൽ അവരാരും തന്നെ അങ്ങനെയൊരു വൈദികനെ പറ്റി കേട്ടറിഞ്ഞിട്ടില്ല. ആ ദിവസം രാത്രി തന്നെ ആ ഒരു ജനസമൂഹം ആ 2 വൈദികരെയും കൂട്ടിക്കൊണ്ട് ഒരു മലമുകളിലുള്ള കുടിലിൽ പാർപ്പിക്കുകയാണ്. ആരും തന്നെ അവരെ അന്വേഷിച്ചു വരാൻ കഴിയാത്ത ഒരു ഒളി സങ്കേതമായിരുന്നു അത്. പകൽ മുഴുവൻ ആ ഒരു കുടിലിൽ സമയം ചെലവഴിച്ചതിന് ശേഷം രാത്രി മാത്രമേ അവർ പുറത്തിറങ്ങാവുള്ളൂ. കാരണം പകൽ ഈ 2 വൈദികരെ മറ്റാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഗ്രാമവാസികളുടെയും അവരുടെയും ജീവന് ഭീഷണിയാകും. അങ്ങനെ രാത്രി സമയങ്ങളിൽ മാത്രമാണ് അവർ പ്രാർത്ഥനകളും പരിശുദ്ധ കുർബാനകളും നടത്തിയത്. ഒരു വൈദികന് കീഴിൽ ആദ്യമായിട്ടായിരുന്നു ആ ജനസമൂഹം പരിശുദ്ധ കുർബാനയും പല പ്രാർത്ഥനകളും നടത്തിയത്. അതൊക്കെ അവരിൽ സന്തോഷവും അത്ഭുതവും ഉണർത്തി. ആ 2 വൈദികരും കുട്ടികളുടെ മാമോദിസയും
പ്രായമായവരുടെയൊക്കെ കുമ്പസാരവും നടത്തിക്കൊടുത്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസമാണ് 2 ഗ്രാമവാസികൾ അവരുടെ കുടിലിന് മുൻപിൽ നിന്ന് 2 വൈദികരെയും വിളിച്ചത്. ആദ്യമേ ഫാദർ റോഡ്രിഗസും ഗരൂപ്പയും പുറത്തേക്ക് ഇറങ്ങാൻ മടിച്ചെങ്കിലും അവസാനം അവർ വെളിയിലേക്ക് ഇറങ്ങുകയായിരുന്നു. ആ 2 ഗ്രാമവാസികളും ഇപ്പോൾ അവരുള്ള തമോഗി എന്ന ഗ്രാമത്തിലുള്ളവരല്ല. കുറച്ച് അകലെയുള്ള ഗോട്ടോ എന്ന ഗ്രാമത്തിൽ നിന്ന് വന്നവരായിരുന്നു അവർ 2 പേരും. 2 വൈദികർ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞു വന്നവരായിരുന്നു അവർ 2 പേരും. അവരും ക്രിസ്തുമത വിശ്വാസികളാണെന്നും അവരുടെ ഗ്രാമത്തിലേക്ക് വരികയും മാമോദിസയും പല കൂദാശകളും നടത്തി കൊടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കാരണം ആ ഗ്രാമവാസികളുടെ ജനസമൂഹത്തിൽ വിശ്വാസം അടർന്നു പൊക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആവശ്യം സത്യമാണെന്ന് മനസ്സിലാക്കിയ ഫാദർ റോഡ്രിഗസ് കൂടെ വരാമെന്ന് അവർക്ക് ഉറപ്പ് നൽകി. പക്ഷേ ആരാണ് അവർ 2 പേരെയും ഇവിടേക്ക് പറഞ്ഞു വിട്ടതെന്ന് ഫാദർ റോഡ്രിഗസ് ചോദിച്ചു. കിച്ചോരയാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർക്കും ഉറപ്പായത് അവനൊരു ക്രിസ്ത്യാനി തന്നെയാണെന്ന്. 8 വർഷം മുമ്പ് സ്വന്തം ജീവന് വേണ്ടി അവൻ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞതാണ്. അതിൻ്റെ കുറ്റബോധത്തിലാണ് അവൻ ഇത്രയും നാളും ജീവിച്ചത്. അവൻ്റെ കൺമുൻപിൽ വെച്ച് തന്നെ ക്രിസ്തുമതം ഉപേക്ഷിക്കാത്തതിന് അവൻ്റെ കുടുംബത്തെയും കൊന്നുകളയുകയായിരുന്നു. അങ്ങനെ ഗോട്ടോ എന്ന ഗ്രാമത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ജിസമ എന്ന ആ പ്രായമായ മനുഷ്യനോട് ഫാദർ റോഡ്രിഗസ് പറഞ്ഞു. എന്നാൽ അങ്ങനെ ഒരു ഗ്രാമത്തെപ്പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ലെന്നും അവിടേക്ക് പോകുന്നത് ആപത്താണെന്നും ജിസമ അവരോട് പറഞ്ഞു. പക്ഷേ ഫാദർ ഫെരേരയെ കണ്ടുപിടിക്കണമെങ്കിൽ അവർ അവിടെ നിന്ന് മാറണം. അതിനുവേണ്ടി മാത്രം ഫാദർ റോഡ്രിഗസ് ഗോട്ടോ എന്ന ഗ്രാമത്തിലേക്ക് അവരുടെ ആഗ്രഹപ്രകാരം അവിടേക്ക് പോകാമെന്ന് ജിസമയോട് പറഞ്ഞു. അങ്ങനെ ഫാദർ റോഡ്രിഗസ് മാത്രം ഒരു ബോട്ട് മാർഗം ഗോട്ടോ എന്ന ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ യാത്രയിലുടനീളം അദ്ദേഹം പേടിച്ചായിരുന്നു ആ ബോട്ടിലിരുന്നത്. എന്നാൽ ഗോട്ടോ ഗ്രാമവാസികളുടെ വിശ്വാസവും അവരുടെ സ്നേഹവും സ്വീകരണവും കണ്ട് ഫാദർ റോഡ്രിഗസ് അതെല്ലാം മറക്കുകയായിരുന്നു. അവരുടെ കൂടെ കിച്ചിരിയും കണ്ടപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ആശ്വാസമായി. ഫാദർ റോഡ്രിഗസ് പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ ഗോട്ടോ എന്ന ആ ഗ്രാമത്തിലാണ് താമസിച്ചത്. ഗോട്ടോയിലെ ഗ്രാമവാസികളുടെ വിശ്വാസം ഫാദർ റോഡ്രിഗസിനെ അതിശയിപ്പിച്ചു. കാരണം ഒരു വൈദികനോ ഒരു കൂദാശയും ഇല്ലാതെയാണ് ഇത്രയും നാളും അവരുടെ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിന്നത്. ഫാദർ റോഡ്രിഗസ് പിന്നീടുള്ള ദിവസങ്ങളിൽ അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പല കുഞ്ഞുങ്ങൾക്ക് മാമോദിസ നൽകുകയും 100ഓളം പേർക്ക് കുമ്പസാരം നൽകുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്രയും കഠിനമായ വിശ്വാസം അവർ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം അവരുടെ ജീവിത സാഹചര്യം തന്നെയാണ് അവരുടെ സുവിശേഷവും അവരുടെ സാക്ഷ്യവും. ഒരു രൂപമോ ഒരു കുരിശോ ഒന്നുമില്ലാത്ത അവരുടെ കയ്യിലേക്ക് ഫാദർ റോഡ്രിഗസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുരിശും രൂപവും നൽകി. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കൊന്ത പൊട്ടിച്ച് അതിൻ്റെ ഓരോ മണികൾ അദ്ദേഹം ഓരോരുത്തർക്കായിട്ട് നൽകി. അവസാനമായി അതിലെ ഒരു കുരു കിച്ചിരോയ്ക്ക് നൽകിയപ്പോൾ കിച്ചിരോ അത് മേടിക്കാനായിട്ട് നിഷേധിച്ചു. കിച്ചിരോ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഓടി അകലുകയായിരുന്നു. കിച്ചിരോയുടെ മനസ്സിൽ എന്തോ ഒരു വലിയ കുറ്റബോധമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഫാദർ റോഡ്രിഗസ് കിച്ചിരോയുടെ അടുത്ത് ചെന്ന് അവനോട് സംസാരിച്ചു. 8 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ ഒരാളാണ് കിച്ചിരോ. ഇൻക്വിസിറ്ററും അദ്ദേഹത്തിൻ്റെ ആളുകളും പറഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ രൂപത്തിന് മുൻപിൽ ചവിട്ടി നിന്നവൻ. സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി കിച്ചിരോയ്ക്ക് അങ്ങനെയൊരു കർമ്മം ചെയ്യേണ്ടി വന്നു. പക്ഷേ അവൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ആരും തന്നെ അത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ മുൻപിൽ വെച്ച് തന്നെയായിരുന്നു അവൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ജീവനോടെ അഗ്നിക്കിരയാക്കിയത്. കിച്ചിരോ പറഞ്ഞ ഈ ഒരു കഥകൾ ഫാദർ റോഡ്രിഗസ് അത്ഭുതത്തോടെയാണ് കേട്ടത്. അവസാനം അദ്ദേഹം കിച്ചിരോയ്ക്ക് കുമ്പസാരവും നൽകി അവൻ്റെ ഉള്ളിൽ നിന്ന് കുറ്റബോധം അകറ്റി. അങ്ങനെ 6 ദിവസം ഗോട്ടോ ഗ്രാമത്തിൽ വസിച്ചതിന് ശേഷം ഫാദർ റോഡ്രിഗസിനെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് തൊമോഗി ഗ്രാമത്തിലെ കുറച്ചു പേർ വന്നു. വന്നയുടനെ തന്നെ അവരുടെ ഇടയിൽ മൊക്കീച്ചി എന്നയാൾ ഒരു വാർത്ത ഫാദർ റോഡ്രിഗസിനോട് പറഞ്ഞു. അവരുടെ മുതിർന്ന നേതാവായ ജിസമയെ ഗവർണർ ഇനുവേസാമയും അയാളുടെ പടയാളികളും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ആ ഒരു വാർത്ത റോഡ്രിഗസിനെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. അങ്ങനെ ഗവർണറായിട്ടുള്ള ഇനുവേസാമ അദ്ദേഹം ബന്ദിയാക്കിയ ജിസമയെ കൂട്ടിക്കൊണ്ട് തമോഗി ഗ്രാമത്തിലേക്ക് കുതിരപ്പുറത്ത് വരികയാണ്. പടയാളികളുടെ അകമ്പടിയോടെ വന്ന ഇനുവേസാമ തമോഗിയിലെ ജനവാസികൾക്കെല്ലാം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. 3 ദിവസത്തിനുള്ളിൽ ക്രിസ്തുമതം സ്വീകരിച്ചവരുടെ പേരുകൾ വെളിപ്പെടുത്തിയില്ലെങ്കിൽ 3-ാം ദിവസം ജിസമ്മയുടെ കൂടെ തന്നെ ജനങ്ങളിൽ നിന്ന് 3 പേരെ തിരഞ്ഞെടുത്ത് ആ 4 പേരെയും ബന്ദികളാക്കി നാഗസാക്കിയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് കൊടും പീഡനമാണ് അവർക്ക് നേരിടേണ്ടി വരിക. മുന്നറിയിപ്പുകൾ നൽകിയിട്ട് ബന്ദിയാക്കപ്പെട്ട ജിസമ്മയുടെ വിലങ്ങുകൾ അവർ അഴിച്ചു.
ആ ദിവസം രാത്രിയിൽ ഫാദർ റോഡ്രിഗസിൻ്റെയും ഫാദർ ഗരൂപ്പയുടെയും സാന്നിധ്യത്തിൽ ഇതിനെപ്പറ്റി തന്നെയായിരുന്നു അവരുടെ ചർച്ച. എത്രയും പെട്ടെന്ന് ഞങ്ങൾ 2 വൈദികർ ഈ നാട് വിട്ടു പോകുന്നതാണ് നിങ്ങൾക്കും ഞങ്ങളുടെ ജീവനും നല്ലതെന്ന് ഫാദർ റോഡ്രിഗസ് അവരോട് പറഞ്ഞു. എന്നാൽ ആ വൈദികരെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. അതിപ്പോൾ അവർക്ക് മരണം നേരിടേണ്ടി വന്നാലും ആ 2 വൈദികരും ഈ നാട്ടിൽ നിന്ന് പോകരുതെന്ന് ജിസമ അവരോട് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ 3-ാം നാൾ ജിസമയുടെ കൂടെ ഹോസ്റ്റേജ് ആയിട്ട് പോകേണ്ട ബാക്കി 3 പേർ ആരൊക്കെയെന്ന് അവർ തീരുമാനിക്കുകയാണ്. 2 പേർ സ്വയമേ മുൻകൈ എടുത്തു വന്നെങ്കിലും 3-മതൊരാളെ കൂടെ അവർക്ക് ആവശ്യമായിരുന്നു. അതിൽ കുറച്ചു പേർ കിച്ചോരയുടെ പേര് പറഞ്ഞപ്പോൾ കിച്ചോര അതിനെ എതിർക്കുകയാണ് ചെയ്തത്. എന്നാൽ അവനൊരു വിശ്വാസിയാണെന്ന് തെളിയിക്കാൻ പറ്റിയൊരു അവസരമാണെന്ന് ബാക്കിയുള്ളവർ കിച്ചോരയോട് പറഞ്ഞു. ഈ ഒരു കാര്യത്തെപ്പറ്റി അവർ കുറച്ചുപേർ അവിടെ തർക്കത്തിലുമായി. അവസാനമായി ഈ നാട്ടിൽ നിന്ന് കുറച്ചു നേരം മാറി നിൽക്കാനായിട്ട് ഫാദർ ഗരൂപ്പയും ഫാദർ റോഡ്രിഗസും തീരുമാനിക്കുകയാണ്. പോകുന്നതിന് മുൻപായിട്ട് മൊക്കീച്ചയോട് ഫാദർ റോഡ്രിഗസ് അദ്ദേഹത്തിൻ്റെ നന്ദി പറഞ്ഞു. ഉറപ്പായിട്ടും നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്, നിങ്ങളെ ദൈവം കൈവിടില്ലെന്നും ഫാദർ റോഡ്രിഗസ് അവർക്ക് ആത്മവിശ്വാസം നൽകി. ഒരു നിമിഷത്തേക്ക് നിങ്ങൾക്ക് തള്ളിപ്പറയേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവന് വേണ്ടി നിങ്ങളത് ചെയ്യണമെന്ന് ഫാദർ റോഡ്രിഗസ് മൊക്കീച്ചയോട് പറഞ്ഞു. എന്നാൽ ഫാദർ ഗരൂപ്പെ റോഡ്രിഗസ് പറഞ്ഞതിനോട് യോജിച്ചില്ല. പിറ്റേ ദിവസമായപ്പോൾ നാഗസാക്കിയുടെ ഗവർണർ ഇനുവേസാമ ആ 4 പേരെയും ബന്ദികളാക്കുകയാണ്. ബന്ദികളാക്കി ഗ്രാമവാസികളുടെ മുൻപിൽ അവരെ കൊണ്ടുവന്ന് നിർത്തി. വിശ്വാസം തള്ളിപ്പറയുന്നതിൻ്റെ ഭാഗമായി അവിടെയുള്ള ഒരു കൊത്തു വിഗ്രഹത്തിൽ ചവിട്ടി നിൽക്കാനായിട്ട് അവരോട് 4 പേരോടും പറഞ്ഞു. അവർ 4 പേരും ആ രൂപത്തിൽ ചവിട്ടി. എന്നാൽ ഇനുവേസാമയ്ക്ക് അവരിൽ ആരാണ് ക്രിസ്ത്യാനി എന്നറിയുന്നതിനു വേണ്ടി മറ്റൊരു പ്രയോഗം കൂടി നടത്തി. യേശുക്രിസ്തുവിൻ്റെ കുരിശു രൂപത്തിൽ തുപ്പാനായിട്ട് അവർ 4 പേരോടും പറഞ്ഞു. എന്നാൽ കിച്ചോര ഒഴികെ ആ 3 പേരും അത് ചെയ്തില്ല. കിച്ചോരെ സ്വന്തം ജീവനോർത്ത് ആ കുരിശു രൂപത്തിൽ തുപ്പുകയായിരുന്നു. അവനെ വെറുതെ വിട്ടതേ അവൻ ആ നാട്ടിൽ നിന്ന് ഓടിപ്പോവുകയായിരുന്നു. ബാക്കിയുള്ള 3 പേരുടെ മേൽ ക്രിസ്ത്യാനി എന്ന് അവരെ മുദ്ര കുത്തി. ഇതെല്ലാം ഫാദർ റോഡ്രിഗസും ഫാദർ ഗരൂപ്പയും തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കാട്ടിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ കടൽക്കരയിലുള്ള പാറമേൽ ആ 3 പേരെയും അവർ കുരിശിലേറ്റി. കടലിൻ്റെ വേലിയേറ്റ സമയങ്ങളിൽ കടൽ വെള്ളം അവരുടെ ശരീരത്തിലേക്ക് അടിച്ചു കയറി. മൊക്കീച്ചൊഴികെ ബാക്കി 2 പേരും ആ കുരിശിൽ കടന്നതിനെ പെട്ടെന്ന് മരണപ്പെട്ടു. എന്നാൽ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ കടലിലെ ആ തിരമാലയടിച്ച് മൊക്കീച്ചിയും ആ കുരിശിൽ കടന്ന് മരണപ്പെടുകയാണ്. അവരുടെ ശരീരം കടൽക്കരയിൽ വെച്ച് തന്നെ അവർ ദഹിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അധികം വൈകാതെ ഫാദർ റോഡ്രിഗസും ഫാദർ ഗരൂപ്പയും ആ ഒരു ഗ്രാമത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. ഫാദർ ഗരൂപ്പെ ഹിറാഡെ എന്ന ഗ്രാമം ലക്ഷ്യമാക്കി നീങ്ങി. ഫാദർ ഫെരേരെ കണ്ടുപിടിക്കണമെന്നുള്ള ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം അവിടേക്ക് മാറിപ്പോയത്. എന്നാൽ ഫാദർ റോഡ്രിഗസ് ഗോട്ടോ എന്ന ഗ്രാമം ലക്ഷ്യമാക്കി ബോട്ട് കയറുകയാണ്. അധികം വൈകാതെ അദ്ദേഹം ഗോട്ടോ എന്ന ഗ്രാമത്തിലെത്തുന്നു. എന്നാൽ അവിടെ ഇറങ്ങി അദ്ദേഹം കണ്ടത് ജനവാസമില്ലാതെ അവിടുത്തെ കുടിലുകളെല്ലാം തകർത്തപ്പെട്ട ഒരു ശൂന്യമായ ഗ്രാമമായിരുന്നു. അവിടെയുള്ള ക്രൈസ്തവർ ഒരു ആക്രമണം നേരിട്ടിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഫാദർ റോഡ്രിഗസിന് മുൻപിലേക്കിനി എവിടെ പോകണമെന്നറിയത്തില്ല. എന്നാൽ അദ്ദേഹത്തിന് അറിയാവുന്നതുപോലെ പല മലകളും പല കാടുകളും കയറിയിറങ്ങി. അദ്ദേഹത്തിന് വിശപ്പ് വന്നപ്പോഴും ഉറക്കം വന്നപ്പോഴും ഒരു മലയിടുക്കിൽ ചെന്ന് ഒളിക്കുകയായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിന് വിശ്വാസം ക്ഷയിച്ചു പോകുന്നതുപോലെ തോന്നി. എന്നാൽ അദ്ദേഹം പ്രാർത്ഥനയിലൂടെ അത് ആർജിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ നടന്നു നീങ്ങവെയാണ് അദ്ദേഹം കുറച്ചകലെ ഒരു ഗ്രാമം കണ്ടത്. അവിടേക്ക് പോകുന്ന വഴി അദ്ദേഹം കിച്ചോരയുമായിട്ടും കണ്ടുമുട്ടി. തൊമോഗി ഗ്രാമത്തിൽ നിന്ന് അവൻ ഓടി രക്ഷപ്പെട്ടത് ഗോട്ടോ എന്ന അവൻ്റെ ഈ ഗ്രാമത്തിലേക്ക് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ്റെ ഗ്രാമത്തിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവനിപ്പോൾ കാട്ടിൽ ഒരു കുടിലിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. കിച്ചോര ഫാദർ റോഡ്രിഗസിനെ കാട്ടിൽ അവൻ താമസിക്കുന്ന ആ കുടിലിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷണവും ആവശ്യമായ പരിചരണവും കിച്ചോര നൽകി. ഒരു തവണ കൂടെ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ അവൻ വലിയൊരു കുറ്റബോധത്തിലായിരുന്നു. അതുകൊണ്ട് ഫാദർ റോഡ്രിഗസ് പാപങ്ങൾ ഏറ്റുപറയാനായിട്ട് അവനൊരു അവസരം നൽകി. ക്രിസ്തുമതം വിശ്വസിക്കുന്ന മറ്റു കുറേ ഗ്രാമങ്ങൾ ഇവിടെയുണ്ടെന്ന് കിച്ചിരോ ഫാദർ റോഡ്രിഗസിനോട് പറയുകയാണ്. ശേഷമുള്ള അവരുടെ യാത്ര ഒരുമിച്ചായിരുന്നു. കിച്ചിരോ ഫാദർ റോഡ്രിഗസിനെയും കൂട്ടിക്കൊണ്ട് ഗ്രാമങ്ങളിലേക്കുള്ള യാത്ര തുടർന്നു. പോകുന്ന വഴി ഫാദർ റോഡ്രിഗസിന് ദാഹിച്ചു. അദ്ദേഹത്തിൻ്റെ ദാഹം മാറ്റുന്നതിന് വേണ്ടി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു തടാകത്തിലേക്ക് കിച്ചിരോ അദ്ദേഹത്തെ നയിച്ചു. തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ച ഫാദർ റോഡ്രിഗസ് ആ വെള്ളത്തിലും പ്രതിബിംബമായിട്ട് അദ്ദേഹം കണ്ടത് യേശു ക്രിസ്തുവിൻ്റെ മുഖമായിരുന്നു. അതുകണ്ട അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷമുളവാക്കി.
എന്നാൽ അദ്ദേഹം പ്രതീക്ഷിക്കാതെയായിരുന്നു ഇനുവേസാമയുടെ പടയാളികൾ അദ്ദേഹത്തെ വളഞ്ഞത്. ഉടൻ തന്നെ അദ്ദേഹത്തെ ബന്ദിയാക്കി അവിടെ നിന്ന് കൊണ്ടുപോയി. ഫാദർ റോഡ്രിഗസിനെ 300 വെള്ളി നാണയത്തിന് ഇനുവേസാമയ്ക്ക് ഒറ്റിക്കൊടുത്തത് വേറെ ആരുമല്ല, കിച്ചിരോയാണ്. ആ വെള്ളി നാണയം സ്വീകരിച്ചപ്പോഴും അയാൾ ഫാദറിനോട് ചോദിച്ചത് തന്നോട് ക്ഷമിക്കുമോ എന്നായിരുന്നു. അങ്ങനെ ആ പടയാളികൾ ഫാദർ റോഡ്രിഗസിനെ ബന്ദികളാക്കിയ ഗോട്ടോയിലെ മറ്റ് ഗ്രാമവാസികളുടെ കൂടെ ഇരുത്തുകയാണ്. ഗോട്ടോയിലെ ആ 4 ഗ്രാമവാസികൾ ഫാദർ റോഡ്രിഗസിനെ കണ്ടപ്പോളെ വളരെയധികം സന്തോഷിച്ചു. അതിൽ മോണിക്ക എന്ന യുവതി ഫാദർ റോഡ്രിഗസിനോട് കുറേയേറെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. വിശ്വാസത്തിനു വേണ്ടി ഞങ്ങൾക്ക് മരിക്കേണ്ടി വന്നാൽ ഞങ്ങൾ സ്വർഗത്തിലെത്തുമോ? എങ്ങനെയാണ് സ്വർഗം? അവിടെ ജോലികളുണ്ടോ? അവിടെ നികുതികൾ അടയ്ക്കേണ്ടി വരുമോ? ഇങ്ങനെയൊക്കെയായിരുന്നു ആ സ്ത്രീയുടെ ചോദ്യങ്ങൾ. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ഈ ജനങ്ങൾ മരിക്കാനും തയ്യാറാണെന്ന് ഫാദർ റോഡ്രിഗസ് അറിഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് ഇനുവേസാമ അവരുടെ അടുത്തേക്ക് നടന്നു വന്നത്. ബന്ദികളാക്കിയ ബാക്കി 4 പേരെയും പടയാളികൾ അവിടെ നിന്ന് കൊണ്ടുപോയി. ഫാദർ റോഡ്രിഗസിനെ മാത്രം അവിടെ ഇരുത്തി ഇനുവേസാമ അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. ഒമുറയിലും നാഗസാക്കിയിലും നിങ്ങളെപ്പോലെ തന്നെ കുറേയധികം വൈദികരുണ്ടായിരുന്നു. അവരിലും അവർ പറഞ്ഞ കാര്യങ്ങളിലും വിശ്വസിച്ച 100ഓളം ഗ്രാമവാസികൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറല്ലാത്ത അവരെ എല്ലാവരെയും ഞങ്ങൾ കൊന്നുകളഞ്ഞു. എന്തിനേറെ ആ വൈദികരെയും ഞങ്ങൾ കൊന്നുകളഞ്ഞു. എന്നാൽ വൈദികരെയും അവിടെയുള്ള ജനങ്ങളെയും കൊല്ലുന്നത് കൂടെയുള്ള ബാക്കിയുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഇതിനെ തുടച്ചു നീക്കാൻ ഇതൊരു മാർഗമല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് പാവപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ വൈദികരായിട്ടുള്ള നിങ്ങൾ തന്നെ വിശ്വാസം ത്യജിക്കണം. നിങ്ങളുടെ വിശ്വാസത്തിന് കൊടുക്കേണ്ട വിലയാണ് അവരുടെ ജീവൻ. ഇത്രയും പറഞ്ഞതിനു ശേഷം ഫാദർ റോഡ്രിഗസിനെയും ബന്ദിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ആ കാട്ടിൽ തന്നെയുള്ള ചെറിയൊരു ജയിലിൽ അദ്ദേഹത്തെ പൂട്ടിയിട്ടു. ഫാദർ റോഡ്രിഗസിനെ കാണുന്നതിനായിട്ടും അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിശ്വാസം ഉപേക്ഷിക്കുന്നതിനായിട്ടും ജുവാൻ എന്ന് പറയുന്ന ഇനുവേസാമയുടെ സഹായി അവിടേക്ക് വരികയാണ്. ജുവാൻ പല കാര്യങ്ങൾ പറഞ്ഞ് ഫാദർ റോഡ്രിഗസിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം വിശ്വാസം ഉപേക്ഷിച്ച് ബുദ്ധമതത്തിലേക്ക് മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബാക്കിയുള്ള ജനങ്ങളുടെ ജീവൻ നിങ്ങൾ രക്ഷിക്കുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഫാദർ പോറോയും ഫാദർ കസോളയും ഇവിടെ വന്നിരുന്നു. അവരെ തല കീഴാക്കി കുഴിയിൽ ഇറക്കി നിർത്തി അവരെ ടോർച്ചർ ചെയ്തു. എന്നിട്ടും അവർ വിശ്വാസം ഉപേക്ഷിച്ചില്ല. എന്നാൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഫാദർ ഫെരേര വിശ്വാസം ഉപേക്ഷിച്ചു. ഫാദർ ഫെരേരയുടെ കാര്യം കേട്ടപ്പോൾ റോഡ്രിഗസ് ഒന്ന് ഞെട്ടി. അദ്ദേഹം വിശ്വാസം ഉപേക്ഷിച്ച് ബുദ്ധമതത്തിൽ ചേർന്നെന്നും ഒരു വിവാഹം കഴിച്ചപ്പോൾ അദ്ദേഹം നാഗസാക്കിയിൽ സുഖമായിട്ട് ജീവിക്കുകയാണെന്നും ജുവാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ അത് ഫാദർ റോഡ്രിഗസിന് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ അവരുടെ ആ സംഭാഷണത്തിന് ശേഷം ഫാദർ റോഡ്രിഗസിനെയും ബാക്കിയുണ്ടായിരുന്ന ആ 4 പേരെയും നാഗസാക്കിയിലെ ആ തെരുവിലൂടെ അവരെ ബന്ദികളാക്കി അതിലൂടെ നടത്തി. കുതിരപ്പുറത്ത് ബന്ദിയാക്കിയിരുന്ന ഫാദർ റോഡ്രിഗസിന് നേരെ അവിടെ ഉണ്ടായിരുന്ന ചില ജനങ്ങൾ കല്ലെടുത്തെറിഞ്ഞു. അവരുടെ ഇടയിൽ നിന്ന് തന്നെ കിച്ചിരോ ഫാദർ റോഡ്രിഗസിനെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഫാദർ റോഡ്രിഗസിനെയും ബാക്കി വിശ്വാസികളെയും അവർ അങ്ങനെ ജയിലിലിടുകയാണ്. ജയിലിലായിരുന്നപ്പോഴും വിശ്വാസികളുടെ കൂടെ ഇരുന്നതിനെ അദ്ദേഹം കുറേയധികം പ്രാർത്ഥിച്ചു. കുമ്പസാരിക്കാൻ കഴിയാത്ത ആ വിശ്വാസികൾക്ക് ജയിലിൽ വെച്ച് തന്നെ അദ്ദേഹം കുമ്പസാരവും നൽകി. അങ്ങനെയിരിക്കെ പിറ്റേ ദിവസം ഫാദർ റോഡ്രിഗസിന് നല്ല വസ്ത്രങ്ങൾ നൽകി ശേഷം ഇനുവേസാമയുടെയും ബാക്കി നേതാക്കന്മാരുടെയും അടുത്തു കൊണ്ടുവന്നിരുത്തുകയാണ്. ആ നേതാക്കന്മാർ ബഹുമാനത്തോടെയും സൗമ്യതയോടെയുമാണ് ഫാദർ റോഡ്രിഗസിനോട് സംസാരിച്ചത്. ജപ്പാനിൽ നിഷേധിക്കപ്പെട്ട ക്രിസ്തുമതം എങ്ങനെയും ഇല്ലാതാക്കണം. ഒരു ക്രിസ്ത്യാനി പോലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതാണ് അവരുടെ ലക്ഷ്യം. അതിൻ്റെ ആദ്യത്തെ പടിയെന്നോണം ഫാദർ റോഡ്രിഗസ് ക്രിസ്തുമതം ഉപേക്ഷിക്കണം. അതായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ അദ്ദേഹം അതിനെയെല്ലാം തള്ളിപ്പറയുകയായിരുന്നു. തന്നെ വധിച്ചുകൊള്ളാനും എന്തു തരത്തിലുള്ള പീഡനങ്ങളും ഞാൻ നേരിടാൻ തയ്യാറാണെന്നും ഫാദർ റോഡ്രിഗസ് അവരോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരം അവിടെയുള്ളവർക്ക് നിരാശ ഉളവാക്കി. ശേഷം അദ്ദേഹത്തെ തിരിച്ച് ജയിലിലാക്കി. അദ്ദേഹം ജയിലിലായിരുന്ന ആ സമയത്താണ് അദ്ദേഹത്തെ വഞ്ചിച്ച കിച്ചിരോ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നത്. വെറും 300 വെള്ളി നാണയത്തിന് അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തതിലുള്ള കുറ്റബോധമാണ് കിച്ചിരോയ്ക്കുള്ളത്. അവിടെ ഉണ്ടായിരുന്ന പടയാളികളെല്ലാം കിച്ചിരോനെ ജയിലിലാക്കി. ജയിലിലായിരുന്നപ്പോൾ ഫാദർ റോഡ്രിഗസ് കിച്ചിരോയുടെ അടുത്ത് ചെന്ന് അവനോട് സംസാരിച്ചു. ഒരു തവണ കൂടെ അദ്ദേഹത്തെ വഞ്ചിച്ചതിലുള്ള കുറ്റബോധമായിരുന്നു കിച്ചിരോയുടെ മനസ്സിൽ നിറയെ. അതുകൊണ്ട് കുമ്പസാരിക്കാനായിട്ട് അദ്ദേഹം അവനൊരു അവസരം നൽകി. കിച്ചിരോ പലവട്ടം അദ്ദേഹത്തെയും ക്രിസ്തുവിനെയും തള്ളി പറഞ്ഞപ്പോൾ ഫാദർ റോഡ്രിഗസിന് അവനോട് യാതൊരു പരിഭവവും ഇല്ലായിരുന്നു.
പിറ്റേ ദിവസം ബന്ദികളായ 5 ക്രിസ്ത്യാനികളെ അവർ പുറത്തേക്ക് ഇറക്കി നിർത്തി. അവിടെയുള്ള ക്രിസ്തുവിൻ്റെ രൂപത്തിന്മേൽ ചവിട്ടി ക്രിസ്തുമതം ഉപേക്ഷിക്കാനായിരുന്നു അവരോട് ജുവാൻ എന്ന പടയാളി പറഞ്ഞത്. എന്നാൽ അവർ 5 പേർ ആരും തന്നെ ആ രൂപത്തിന് മുൻപിൽ ചവിട്ടി നിന്നില്ല. അവർ 5 പേരും അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അതിൽ 4 പേരെ തിരികെ ജയിലിലാക്കിയതിനു ശേഷം അവിടെ നിന്നിരുന്ന 5-ാമത്തെ ആളുടെ തല ജുവാൻ അയാളുടെ വാളുകൊണ്ട് അറുത്ത് മാറ്റുകയായിരുന്നു. അവിടെ കണ്ടുനിന്ന ആ വിശ്വാസികൾ ഇത് കണ്ട് പൊട്ടിക്കരഞ്ഞു. ഫാദർ റോഡ്രിഗസ് ആകട്ടെ ഒന്നും ചെയ്യാൻ കഴിയാതെ അമ്പരന്നുപോയി. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ വിശ്വാസത്തിന് വേണ്ടി ജീവൻ കളയുന്നത് അദ്ദേഹത്തിന് കണ്ടു നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. തൊട്ടടുത്ത ദിവസം ഇനുവേസാമ ഫാദർ റോഡ്രിഗസിനെ പിന്നീടും വിളിച്ചു വരുത്തി. ബുദ്ധമതത്തെപ്പറ്റിയും ക്രിസ്തുമതം ഉപേക്ഷിച്ച് ജീവിക്കുന്നതിലുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം ഫാദർ റോഡ്രിഗസിനോട് പറഞ്ഞു. എന്നാൽ അതൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ മാറ്റിയില്ല. അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനം ഇനുവേസാമിനെ ചൊടിപ്പിച്ചു. പിറ്റേ ദിവസം തടവിലായിരുന്ന 5 ക്രിസ്ത്യാനികളെ ആ ജയിലിൽ നിന്ന് മാറ്റുകയാണ്. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഫാദർ റോഡ്രിഗസിനെയും അവർ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കുരിശ് അദ്ദേഹം ആരും അറിയാതെ അദ്ദേഹത്തിൻ്റെ അരക്കെട്ടിൽ സൂക്ഷിച്ചു വെച്ചു. ജുവാനും പടയാളികളും അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്നത് ഒരു കടൽ തീരത്തേക്കായിരുന്നു. അദ്ദേഹത്തിന് പരിചയമുള്ള പോർച്ചുഗീസുകാരനായിട്ടുള്ള ഒരാളെ കാണിക്കാമെന്ന് ജുവാൻ പറഞ്ഞു. അത് ഫാദർ ഫെരേര ആയിരിക്കുമെന്നാണ് ഫാദർ റോഡ്രിഗസ് വിചാരിച്ചത്. എന്നാൽ അകലെ നിന്ന് അദ്ദേഹം കണ്ടത് കൈകൾ കെട്ടി ബന്ധിതനായ ഫാദർ ഗരൂപ്പയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ തടവിലാക്കപ്പെട്ട ഗ്രാമവാസികളും ഉണ്ടായിരുന്നു. അതെ, ഫാദർ ഗരൂപ്പയെ തൊമോഗി ഗ്രാമത്തിൽ നിന്ന് അവർ പിടികൂടിയതാണ്. കൂടെ ഉണ്ടായിരുന്ന ഗ്രാമവാസികൾ ഇനുവേസാമയുടെ മുൻപിൽ ക്രിസ്തുമതത്തെ തള്ളിപ്പറഞ്ഞതാണ്. എന്നാൽ അവർക്ക് ജീവിക്കണമെങ്കിൽ, അവരെ വെറുതെ വിടണമെങ്കിൽ ഫാദർ ഗരൂപ്പയും ക്രിസ്തുവിനെ തള്ളിപ്പറയണം. എന്നാൽ അദ്ദേഹം അത് ചെയ്തില്ല. അവസാനമായിട്ടും അദ്ദേഹത്തിനൊരു അവസരം കൊടുത്തപ്പോൾ അത് ചെയ്യാൻ അദ്ദേഹം മടിച്ചു. ആ ഗ്രാമവാസികളുടെ കാലുകളും കൈകളും ബന്ധിച്ച് ആ പടയാളികൾ കടലിന് നടുവിൽ കൊണ്ടുപോയി അവരെ തള്ളിയിടുകയാണ്. ഫാദർ ഗരൂപ്പയാണെങ്കിൽ അകലെ നിന്ന് ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. ആ പാവം ജനങ്ങളെ വെറുതെ വിട്ടിട്ട് എന്നെ കൊണ്ടുപോയിക്കോളാൻ അദ്ദേഹം പറയുന്നു. അവസാനം കടലിൽ ചാടി ഫാദർ ഗരൂപ്പയെ ആ ഗ്രാമവാസികളെ രക്ഷിക്കാനായിട്ട് നീന്തി ചെല്ലുകയാണ്. എന്നാൽ ആ പടയാളികൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന കമ്പ് കൊണ്ട് അദ്ദേഹത്തെ വെള്ളത്തിൽ കുത്തി താഴ്ത്തുകയാണ്. അധികം വൈകാതെ ആ ഗ്രാമവാസികളുടെ കൂടെ തന്നെ ഫാദർ ഗരൂപ്പയും വെള്ളത്തിൽ മുങ്ങിത്താണ് മരണപ്പെടുകയാണ്. ഫാദർ റോഡ്രിഗസിനെ സാക്ഷിയാക്കിയാണ് ഇവർ ഇതെല്ലാം ചെയ്തത്. ഫാദർ റോഡ്രിഗസിന് ഒന്ന് അനങ്ങാൻ പോലും കഴിയില്ല. അദ്ദേഹം അകലെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നെങ്കിലും അവരാരും അവരുടെ വാക്കുകൾ കേട്ടില്ല. ആ ദിവസം വൈകിട്ട് അദ്ദേഹം ജയിലിലായിരുന്നപ്പോൾ ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിച്ചു, എന്തിനാണ് ഞങ്ങളെ ഇനിയും പരീക്ഷിക്കുന്നത്? എന്നെയും ഈ പാവപ്പെട്ട ഗ്രാമവാസികളെയും ഈ പീഡനത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അദ്ദേഹം ഉറക്കെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ജുവാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന് നല്ല വസ്ത്രങ്ങൾ നൽകി അവിടെയുള്ള ഒരു ബുദ്ധക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു പോർച്ചുഗീസുകാരനെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാണ് ജുവാൻ അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുവന്നത്. അവിടെ ഇരുന്ന ഫാദർ റോഡ്രിഗസിൻ്റെ അടുത്തേക്ക് അവർ പറഞ്ഞ ആ പോർച്ചുഗീസുകാരൻ വരുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, ഫാദർ ഫെരേരയായിരുന്നു. ക്രിസ്തുവിനെയും ക്രിസ്തുമതം ഉപേക്ഷിച്ച് ഇപ്പോൾ അദ്ദേഹം ഒരു ബുദ്ധ സന്യാസിയായി ഇവിടെ ജീവിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഫാദർ റോഡ്രിഗസ് അറിയാതെയാണെങ്കിലും ഒന്ന് കരഞ്ഞുപോയി. അവരെ സുവിശേഷം പഠിപ്പിച്ച അവരുടെ ഗുരുവായിട്ടുള്ള ഫാദർ ഫെരേരയാണ് അവരുടെ മുൻപിൽ നിൽക്കുന്നത്. 15 വർഷത്തോളമാണ് അദ്ദേഹം ജപ്പാനിൽ ജീവിച്ചതും സുവിശേഷം പ്രസംഗിച്ചതും. ഇത്രയും പെട്ടെന്ന് മനം മാറി എന്തുകൊണ്ട് നിങ്ങൾ വിശ്വാസം ഉപേക്ഷിച്ചു? ഫാദർ റോഡ്രിഗസിൻ്റെ ആ ചോദ്യത്തിന് ഫാദർ ഫെരേരയ്ക്ക് പറയാനായിട്ടൊന്നുമില്ലായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിച്ചു. അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ ജീവന് വേണ്ടി അത് ഞാൻ ചെയ്യേണ്ടി വന്നു. ഒരു ക്രിസ്ത്യാനിയും ഒരു ക്രിസ്തു വിശ്വാസിയും ചെയ്യേണ്ടത് ഇതുതന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ ആ ദിവസത്തെപ്പറ്റി ഫാദർ ഫെരേര ഫാദർ റോഡ്രിഗസിനോട് പറയുകയാണ്. അദ്ദേഹത്തെ അന്ന് തല കീഴായിട്ട് കുഴിയിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. കഴുത്തിലൊരു മുറിവുണ്ടാക്കിയതിനു ശേഷം അതിൽ നിന്ന് ചോര വാർന്നു പോകുന്നത് അവർ നോക്കി നിന്നു. അദ്ദേഹം നേരിട്ട കൊടും പീഡനങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തിന് ക്രിസ്തുവിൻ്റെ ആ രൂപത്തിന് മുൻപിൽ ചവിട്ടി നിൽക്കേണ്ടി വരികയായിരുന്നു. ജപ്പാൻ എന്ന ഈ രാജ്യത്തിൽ ഒരിക്കലും ക്രിസ്തുമതം വളരത്തില്ല.
അതിൻ്റെ ആ വേരുകൾ പണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയതാണ്. ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധമതത്തിലും പ്രകൃതി ശക്തിയുടെ മേലുമുള്ള വിശ്വാസമാണ്. നമ്മൾ ക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് കാണുന്നെങ്കിൽ ഇവർ സൂര്യനെയാണ് ദൈവപുത്രനായിട്ട് കാണുന്നത്. ക്രിസ്തു 3 ദിവസം കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ഇവർ പറയുന്ന സൂര്യനാണെങ്കിൽ എല്ലാ ദിവസവും ഉയർത്തു വരുന്നുണ്ട്. ഫാദർ ഫെരേര ഇപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഫാദർ റോഡ്രിഗസിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇനുവേസാമയുടെ ആജ്ഞ പ്രകാരം ഫാദർ ഫെരേര ഇപ്പോൾ അസ്ട്രോണമിയും മെഡിസിനെയും പറ്റിയുള്ള ഗ്രന്ഥങ്ങൾ എഴുതുകയാണ്. അതിൻ്റെ കൂടെ മറ്റൊരു ഗ്രന്ഥവും അദ്ദേഹം എഴുതുന്നുണ്ട്. അതിൻ്റെ പേരാണ് കെങ്കിറോക്ക്. ക്രിസ്തുമതത്തിലുള്ള തെറ്റുകളെ പറ്റിയാണ് ആ ബുക്ക് പ്രതിപാദിക്കുന്നത്. ഇവിടെയുള്ള ജീവിതം സുഖകരമാണെന്നും സമാധാനത്തോടെയുള്ള ജീവിതമാണെന്നും ഫാദർ ഫെരേര ഫാദർ റോഡ്രിഗസിനോട് പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ഫാദർ ഫെരേരയല്ല, സവാന ചുവാൻ എന്ന് പറയുന്ന ഒരു ബുദ്ധമത വിശ്വാസിയാണ്. ഒരു ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കൂടെ അദ്ദേഹം സുഖമായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് അവരുടെ കൂടെ ഇരുന്ന് ജുവാൻ ഫാദർ റോഡ്രിഗസിനോട് പറഞ്ഞു. ഫാദർ റോഡ്രിഗസ് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: ക്രിസ്തുമതം ഉപേക്ഷിച്ച് നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടുക. അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ടായിരുന്നു ഫാദർ ഫെരേര ഇപ്പോൾ വന്നത്. ഫാദർ റോഡ്രിഗസിന് അദ്ദേഹത്തെ ഇപ്പോൾ കാണുമ്പോൾ ദേഷ്യവും അതിനൊപ്പം തന്നെ സഹതാപവും തോന്നുകയാണ്. ആ കത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഒരിക്കലും സത്യമാകില്ല എന്നായിരുന്നു ഫാദർ റോഡ്രിഗസ് പ്രാർത്ഥിച്ചത്. എന്നാൽ അദ്ദേഹം ആഗ്രഹിച്ചതിന് വിപരീതമാണ് കാര്യങ്ങളെല്ലാം നടന്നത്. ആ ദിവസം അദ്ദേഹം ജയിലിലായിരുന്നപ്പോൾ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. സഹനങ്ങൾ നേരിടാനുള്ള ശക്തിയും മരിക്കേണ്ടി വന്നാലും വിശ്വാസം ഉപേക്ഷിക്കാതിരിക്കാനുള്ള ധൈര്യത്തിനായിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. പുറത്തുനിന്ന് ആരുടെയൊക്കെയോ കരച്ചിലും വേദനയോടെ പൊളയുന്ന ശബ്ദവും അദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു. പുറത്തു നിന്നിരുന്ന ജുവാനോടും ഫാദർ ഫെരേരയോടും അദ്ദേഹം കാര്യം അന്വേഷിച്ചു. ക്രിസ്തുമതം സ്വീകരിച്ചിരുന്ന കുറച്ച് വിശ്വാസികളെ തലകീഴായി കെട്ടിത്തൂക്കിയിരിക്കുന്നതാണ് ആ ശബ്ദം. തലകീഴായി കുഴിയിൽ കിടക്കുന്ന അവരുടെ കരച്ചിലായിരുന്നു അത്. ഫാദർ റോഡ്രിഗസ് വിശ്വാസം ഉപേക്ഷിച്ചാൽ മാത്രമേ അവരെ ജീവനോടെ വെറുതെ വിടത്തുള്ളൂ. അതിനായിട്ട് അദ്ദേഹം ഇപ്പോൾ തന്നെ അത് ചെയ്യണമെന്ന് ഫാദർ ഫെരേര അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ പുറത്തിറങ്ങിയ അദ്ദേഹം തലകീഴായി കിടന്നിരുന്ന ആ ഗ്രാമവാസികളോട് അവരുടെ വിശ്വാസം ഉപേക്ഷിക്കാനായിട്ട് പറഞ്ഞു. എന്നാൽ ഫാദർ ഫെരേര പറഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കിയത്: അവർ നേരത്തെ തന്നെ വിശ്വാസം ഉപേക്ഷിച്ചവരാണ്. ഫാദർ റോഡ്രിഗസും ആ വിശ്വാസം ഉപേക്ഷിച്ചാൽ മാത്രമേ അവരെ ജീവനോടെ വെറുതെ വിടത്തുള്ളൂ. അവസാനം അവരുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി ഹൃദയം നുറങ്ങുന്ന വേദനയോടെ ക്രിസ്തുവിൻ്റെ ആ രൂപത്തിന്മേൽ ചവിട്ടി നിൽക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അദ്ദേഹം ആ രൂപത്തിൽ ചവിട്ടുന്നതിന് മുൻപ് ആ രൂപത്തിലുള്ള ക്രിസ്തുവിനെ ഒന്ന് നോക്കി. ക്രിസ്തു അദ്ദേഹത്തോട് സംസാരിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. എനിക്ക് നിന്റെ വേദന അറിയാം. നിങ്ങളുടെ ഈ വേദനയ്ക്ക് വേണ്ടിയാണ് ഞാൻ കുരിശിൽ മരിച്ചത്. ഇപ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കുകയാണ് നീ ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് എൻ്റെ ഈ രൂപത്തിന്മേൽ നീ ചവിട്ടിക്കോ. ഇതായിരുന്നു ഫാദർ റോഡ്രിഗസ് തൻ്റെ മനസ്സിൽ കേട്ട ശബ്ദം. അവസാനം ആ രൂപത്തിന്മേൽ ചവിട്ടി ഫാദർ റോഡ്രിഗസും ക്രിസ്തുമതം ഉപേക്ഷിക്കുകയാണ്. പിന്നീടുള്ള വർഷങ്ങൾ ഒരു ബുദ്ധമത വിശ്വാസിയായിട്ടാണ് ഫാദർ റോഡ്രിഗസ് ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നതും അദ്ദേഹം സൂക്ഷിച്ചതുമായ എല്ലാ ക്രിസ്തീയ രൂപവും വിശുദ്ധ കുരിശും എല്ലാം തന്നെ അവർ നശിപ്പിച്ചു കളഞ്ഞു. ജപ്പാനിൽ കൂടുതൽ വ്യാപാരങ്ങൾ നടത്തിയത് ഡച്ച് വ്യവസായികളായിരുന്നു. അവർ കച്ചവടം ചെയ്തിരുന്ന വസ്തുക്കൾ നിരന്തരമായ പരിശോധനയ്ക്ക് അവർ വിധേയമാക്കുമായിരുന്നു. കുറേയേറെ ഡച്ച് വ്യാപാരികൾ ഈ കച്ചവടം ചെയ്യുന്ന വസ്തുക്കളുടെ കൂടെ തന്നെ വിശുദ്ധ കുരിശും വിശുദ്ധരുടെ ചിത്രങ്ങളും അങ്ങനെ കുറേ വിശുദ്ധ വസ്തുക്കൾ അവർ കടത്തിക്കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അത് നിരന്തരമായിട്ട് പരിശോധിക്കാനായിട്ട് ഇനുവേസാമ നിയോഗിച്ചത് ഫാദർ റോഡ്രിഗസിനെയും ഫാദർ ഫെരേരയുമാണ്. അവർ രണ്ടുപേരും ചേർന്ന് കച്ചവട വസ്തുക്കൾ നിരന്തരമായിട്ട് പരിശോധിച്ചു. പരിശോധനയ്ക്കിടയിൽ ക്രിസ്തീയ വസ്തുക്കൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ അത് കടത്തിക്കൊണ്ടുവന്ന ആ വ്യാപാരിയെ അവർ ജയിലിലിടും. ഇപ്പോൾ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഈ 2 വൈദികരാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഫാദർ ഫെരേര മരണപ്പെട്ടു. ഫാദർ റോഡ്രിഗസ് അദ്ദേഹം തനിയെ ജീവിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനൊരു തുണയായിട്ട് വിധവയായിട്ടുള്ളൊരു സ്ത്രീയെ വിവാഹം കഴിക്കാനായിട്ടുള്ള അനുവാദം ഇനുവേസാമ കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഫാദർ റോഡ്രിഗസിൻ്റെ പേരും അവർ മാറ്റി. ഒക്കേഡെ സനീമോൺ എന്ന ഒരു ജാപ്പനീസ് പേരിലാണ് ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത്. ജാപ്പനീസ് ഇപ്പോൾ നന്നായിട്ട് വശമുള്ള അദ്ദേഹത്തിന് കുറേയേറെ ഗ്രന്ഥങ്ങൾ എഴുതാനുള്ള ചുമതലയും ഇനുവേസാമ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിന് സഹായമായിട്ടുണ്ടായിരുന്നത് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ കിച്ചുരോയായിരുന്നു. കിച്ചുരോയും ഇപ്പോൾ ഒരു ബുദ്ധവിശ്വാസിയാണ്.
എന്നാൽ ഒരു ദിവസം കിച്ചിരോ ഫാദർ റോഡ്രിഗസിനെ പാതിരി എന്ന് വിളിച്ചു. വൈദികൻ എന്ന ആ ഒരു ഗ്രീക്ക് നാമം കേട്ട ഫാദർ റോഡ്രിഗസ് ഒന്ന് അതിശയിച്ചു പോയി. ക്രിസ്തുമതം ഉപേക്ഷിച്ചുവെന്ന് അദ്ദേഹം വിചാരിച്ച കിച്ചിരോ ഇപ്പോഴും യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. കിച്ചിരോ കരഞ്ഞുകൊണ്ട് ഫാദർ റോഡ്രിഗസിനോട് അവൻ്റെ കുമ്പസാരം ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഫാദർ റോഡ്രിഗസ് ആദ്യമേ അതിന് തയ്യാറായില്ല. കാരണം ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ അദ്ദേഹത്തിന് അതിനുള്ള അവകാശവും അതിനുള്ള അധികാരവും ഇല്ലെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിശബ്ദതയിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലും ക്രിസ്തു അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വിശ്വാസം തള്ളിപ്പറഞ്ഞെങ്കിലും ക്രിസ്തുവിനെ തന്നെയായിരുന്നു അദ്ദേഹം വിശ്വസിച്ചതും അദ്ദേഹം ജീവിതകാലം മനസ്സിൽ പ്രാർത്ഥിച്ചതും യേശു ക്രിസ്തുവിനോടായിരുന്നു. അവസാനം കിച്ചിരോയ്ക്ക് അദ്ദേഹം കുമ്പസാരം നൽകുകയാണ്. ഏകദേശം 41 വർഷത്തോളമാണ് പിന്നീട് അദ്ദേഹം ജപ്പാനിലൊരു ബുദ്ധമത വിശ്വാസിയായിട്ട് അദ്ദേഹം ജീവിച്ചത്. അങ്ങനെ 1682 വാർദ്ധക്യം മൂലം അദ്ദേഹം മരണപ്പെടുകയാണ്. മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശരീരം അവസാനമായിട്ട് കാണാൻ അധികാരമുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മാത്രമായിരുന്നു. മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ കൂടെ തന്നെ ഒരു കത്തും ആ സ്ത്രീ വെച്ചു. പിന്നീട് ബുദ്ധമതത്തിൻ്റെ ആചാരപ്രകാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം സംസ്കരിച്ചത്. തുറസായ ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ സൂക്ഷിച്ച ആ ഒരു ശവപ്പെട്ടി കത്തിക്കുകയാണ്. ഒരു ബുദ്ധമത വിശ്വാസിയായിട്ടാണ് അദ്ദേഹം മരിച്ചതെന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും വിശ്വസിച്ചപ്പോഴും മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം ഒരു ചെറിയ കുരിശ് രൂപം സൂക്ഷിച്ചു വെച്ചിരുന്നു. അദ്ദേഹം മരണപ്പെട്ടതും ആ കുരിശ് കൈയോട് ചേർത്ത് വെച്ചായിരുന്നു. ജപ്പാനിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ച അവസാനത്തെ വൈദികൻ എന്ന് പറയുന്നതും ഈ ഫാദർ റോഡ്രിഗസ് തന്നെയാണ്. ഫാദർ റോഡ്രിഗസിനെ പോലെയുള്ള മിഷണറിമാരും വിശ്വാസികളും ജപ്പാനിൽ നേരിട്ട ആ ഒരു കറുത്ത അധ്യായമാണ് സൈലൻസ്.